ഹലോ മുത്തുമണീസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് എന്താ എല്ലാവരുടെയും പരിപാടി? എനിക്കിന്നൊരു പരിപാടി ഉണ്ട് കേട്ടോ. 2026 എൻ്റെ ഫാമിലിയിലെ ആദ്യത്തെ കല്യാണമാണ്. ഇന്ന് കല്യാണത്തിന് പോകാനുള്ള ഒരുക്കമാനങ്ങളാണ്. സൺഡേ ആണ്. അപ്പോൾ സൺഡേ എന്ന് പറഞ്ഞാൽ തന്നെ അധികവും പരിപാടികളും ഞായറാഴ്ചയാണല്ലോ ഉണ്ടാകാറ്. അപ്പോൾ ഇന്നും ഇതും അതുപോലെ തന്നെ ഞായറാഴ്ചയാണ്. ഞങ്ങൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ? ഞങ്ങൾ ചപ്പാത്തിയും ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് മസാലയും. അതേപോലെ അത് ഇന്ന് ഉണ്ടാക്കിയൊന്നല്ല കേട്ടോ. ഇവിടെ ചപ്പാത്തിക്ക് അധികം അതാണ് ഉണ്ടാക്കാറ്, ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് മസാലയും. എൻ്റെ ആ വീഡിയോ കാണാത്തവർ ഒന്ന് പോയി കാണണേ, അടിപൊളിയാണ്, ടേസ്റ്റാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. ചപ്പാത്തിക്കും ദോശക്കും എല്ലാത്തിനും കഴിക്കാം. അപ്പോൾ ഞാൻ റൂട്ട് മാറ്റി പിടിച്ചുല്ലേ. ഞാനപ്പോൾ എൻ്റെ ഫേസൊക്കെ ഒന്ന് സുന്ദരിയാക്കട്ടെ. സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ണട ഇട്ടാൽ കണ്ണിന് ഭയങ്കര പ്രശ്നമായിരിക്കണം കേട്ടോ. ഇപ്പോൾ എൻ്റെ വീഡിയോ എടുത്തതിന് ശേഷമാണ് ഞാൻ കാണുന്നത്. ഫേസിൽ തേച്ച ക്രീമൊക്കെ മൂക്കിൽ തന്നെ നിൽക്കുന്നുണ്ട്. അത് എനിക്ക് കാണാൻ പറ്റുന്നില്ല, അത്രയും പ്രശ്നമായിട്ടുണ്ട് കണ്ണ്. ഞാൻ ഫസ്റ്റ് മോയ്സ്ചറൈസിങ് തേച്ചു, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫൗണ്ടേഷൻ ഇടുന്നത്. പിന്നെ ഫേസിലിടുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി തല ഒന്ന് കൂട്ടിക്കെട്ടാൻ പോവുകയാണ്. തല അങ്ങനെ ഒന്നും ഇല്ല, വെറുതെ ഒന്നിങ്ങനെ മേലോട്ടാക്കിയിട്ട് ഒരു ബണ്ണെടുത്തിട്ട് അങ്ങോട്ട് ചുറ്റി വെക്കും. വേറെ ഒരുപാട് തലയിൽ പരിപാടികളൊന്നുമില്ല, സിമ്പിൾ, വെരി സിമ്പിൾ. ഫേസിൽ ഞാൻ സാധാരണ എപ്പോഴും ഞാൻ വീഡിയോയിലൊക്കെ ഇടുന്ന പോലെ ആദ്യം മോയ്സ്ചറൈസിങ് തേക്കും, പിന്നെ ഫൗണ്ടേഷൻ ഇടും, പിന്നെ സ്ട്രോക്ക് ക്രീം ഇടും, അത്ര തന്നെ. അത് കഴിഞ്ഞിട്ടൊന്ന് സെറ്റിംഗ് സ്പ്രേ അടിക്കും. അപ്പോൾ കല്യാണത്തിന് പോകല്ലേ, ഒന്ന് ആഭരണങ്ങളൊക്കെ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു. ഈ പുള്ളിക്കാരനോട് ആഭരണം ഒന്ന് ഇട്ടുതരാൻ പറഞ്ഞതാണ്. നോക്കുമ്പോൾ എന്നെക്കാളും വലിയ പ്രശ്നമാണ് കണ്ണിന്. രണ്ടാളും എന്താ പറയുക, ഞാൻ പറയും കണ്ണ് പൊട്ടനുമാണെന്നാണ് പറയുക. രണ്ടാൾക്കും പ്രശ്നം തന്നെ. പിന്നെ എല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോഴാണ് ബ്രേസ്ലെറ്റ് തിരിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്, ക്രോസ് ചെയ്തിട്ട്. പിന്നെ അത് ശരിയാക്കാൻ രണ്ടാം പ്രാവശ്യം വീണ്ടും അത് അയച്ചിട്ട് വീണ്ടും കെട്ടി. പിന്നെ ഞാനൊന്നും എൻ്റെ മോതിരങ്ങളൊക്കെ ഒന്ന് ഇടട്ടെ. ഞാൻ സാധാരണ വീട്ടിലിരിക്കുമ്പോഴൊന്നും എല്ലാം ഒന്നും ഇടാറില്ല. എങ്ങോട്ടെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പോൾ അധികം നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഞങ്ങളുടെ ഫാമിലിയിലൊക്കെ പോകുമ്പോഴാണ് ഞാൻ പിന്നും ഇതൊക്കെ ഇടാറുള്ളൂ. അല്ലാതെ ചിലപ്പോൾ ഞാൻ അങ്ങനെ പോകാറാണ് പതിവ്. അപ്പം ഞാൻ ഇതൊക്കെ പുതിയ വാങ്ങിയ മോതിരമാണ് ഇട്ടത്, ഡയമണ്ടിൻ്റെ. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ മോതിരം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എൻ്റെ ആഭരണങ്ങളൊക്കെ? അങ്ങനെ ഇങ്ങനെയും കണ്ണിന് പ്രശ്നം ഉണ്ടായാലും എനിക്ക് ബ്രേസ്ലെറ്റൊക്കെ ഇട്ടുതന്നു. രണ്ടാളുടെ കണ്ണും പവർ ഭയങ്കര പ്രശ്നമായിട്ടുണ്ട്. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി. ഞാൻ ഇതും പുതിയ ഡ്രസ്സ് എടുത്തതാണ് കേട്ടോ. ഇതിനല്ല, വേറൊരു കഴിഞ്ഞ വർഷം എടുത്താണ്, 2025 ലാസ്റ്റ് എടുത്തതാണ് ഈ ഡ്രസ്സ്. അപ്പോൾ ഡ്രസ്സ് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും എനിക്കിഷ്ടമായിട്ടോ. ഈ ഡ്രസ്സ് ഇട്ടിട്ട് പോയിട്ട് എല്ലാവരും പറഞ്ഞു നല്ല കളർ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞാനൊക്കെ കഴിഞ്ഞ് അവസാന സ്റ്റേജിലാണ്. ആൾ ഡ്രസ്സ് മാറ്റുള്ളൂ. അവർക്ക് നമ്മളെപ്പോലെ മേക്കപ്പ് ഒന്നും ഇല്ലല്ലോ. വെറുതെ എന്താ കയ്യിൽ കിട്ടിയതിട്ട് മുഖത്ത് തേക്കും. ഞാൻ കൊടുക്കണത് തേക്കും, അത്ര തന്നെ. മോയ്സ്ചറൈസിങ് തേക്കും, വേറെ ഒന്നും ചെയ്യില്ല, സൺസ്ക്രീനും. ഇപ്പോൾ കഴിഞ്ഞ സ്പ്രേ എടുത്തിട്ടാണ് അടിക്കണത്. എന്താ ഇത് വരുന്നില്ല എന്ന് പറയാണ്. നോക്കുമ്പോൾ അത് കഴിഞ്ഞ സ്പ്രേ ആയിരുന്നു. പെർഫ്യൂമ് കഴിഞ്ഞെടുത്തിട്ട് അടിക്കണത് എന്താണ്, കിട്ടണില്ലല്ലോ, വരുന്നില്ലല്ലോ എന്ന് പറയാണ്. പിന്നെ പറഞ്ഞപ്പോൾ രണ്ടാം പ്രാവശ്യം വേറെ എടുത്തിട്ട് അടിച്ചു കിട്ടാം. അത് കഴിഞ്ഞതാ ഞങ്ങൾ യാത്രയായി. കാറിൽ പോകാമെന്ന് വിചാരിച്ചാണ്. അവിടെ കാർ നിർത്താൻ നല്ല ബുദ്ധിമുട്ടുള്ള മണ്ഡപമാണ്. അപ്പോൾ അടുത്ത് തന്നെയാണ്, അപ്പോൾ ഒരുപാട് ദൂരമില്ല, വളരെ അടുത്താണ്. അതുകൊണ്ട് ഞങ്ങൾ ജാവേലി യാത്രയായി. സൊറന്ന് പോയി അവിടെ എത്തി ഒരുപാട് സമയം വെയിറ്റ് ചെയ്യാൻ നിന്നില്ല. റിസപ്ഷനായിരുന്നു. ഇന്നലെ കെട്ടിയിട്ട് വന്നാണ് പെണ്ണിനെ. അപ്പോൾ ഇന്ന് റിസപ്ഷനിക്ക് അവർ പെണ്ണിൻ്റെ വീട്ടുകാർ ഇങ്ങോട്ട് വരുന്ന തിരക്ക് കൂടുമ്പോഴത്തേന് ഞങ്ങൾ പോയി ഫുഡിന്. അത് സമയം വൈകണ്ടെന്ന് വെച്ചിട്ട്. ഒരുപാട് നേരം വൈകിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റൂല. ഫുഡൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീട്ടിൽ വന്നു, കുറച്ച് റെസ്റ്റ് എടുത്തു. എന്നിട്ട് വീണ്ടും വൈകുന്നേരം ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ വീണ്ടും പോവുകയാണ്. ഇത് പരിപാടിക്കൊന്നല്ല, ഞങ്ങളൊന്ന് പുറത്ത് പോവുകയാണ്.
അപ്പോൾ അങ്ങനെ പോകുമ്പോൾ വൈകുന്നേരം എനിക്ക് 2 പ്രാവശ്യം ഒരു ദിവസം മേക്കപ്പ് ഇടണമെന്ന് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഒരു മേക്കപ്പ് ഇട്ടില്ല. വെറുതെ മോയ്സ്ചറൈസിങ് മാത്രം തേച്ചിട്ട് കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ടു. ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാനാണ് പോകുന്നത്. എവിടെയെങ്കിലും പോകുമ്പോൾ തിരക്കിട്ടിട്ടുള്ള ഈ ഫോൺ നോട്ടേ ഇരിക്കും. എന്തോ അർജൻറ്റായിട്ട് നോക്കുന്ന പോലെയാണ് ആൾ. പിന്നെ ഞങ്ങളിങ്ങനെ പോയി. ഒന്നുമില്ല, കുറച്ച് സ്നാക്സൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. സോപ്പ് ഓയിൽ, സ്നാക്സ്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതൊക്കെ പർച്ചേസ് ചെയ്തു. ഒക്കെ 50% ഓഫറാണ്. ഇതും ഞങ്ങൾ ഒരുപാട് ദൂരമൊന്നും പോയില്ല, അടുത്തുള്ള അവിടെ തന്നെ പോയത്. ഫോണിൽ കോൺസെൻട്രേഷൻ വെച്ചാൽ പിന്നെ അവിടുന്ന് എണീക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ആൾ വിളിച്ച് മതിയാവും. ഒന്ന് എഴുന്നേൽക്കും മനുഷ്യ എന്ന് പറഞ്ഞിട്ട് അയാളെ കുത്തി പൊന്തിക്കണം. ഇതിനിടയിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് കാണാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇവിടെ വന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ എനിക്ക് വയ്യ തന്നെ. എനിക്ക് എൻ്റെ ഇടുപ്പ് ഭയങ്കര പെയിനായിരുന്നു. ഒരു കയ്യിൽ ഫോണും ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് സാധനം ഇതൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവുമെന്ന്. ഞാനിതൊന്നും വാങ്ങിച്ചിട്ടില്ല. ഞാൻ വെറുതെ വീഡിയോ എടുത്തതാണ്. ഞങ്ങൾ ഫ്രൂട്ട്സാണ് വാങ്ങിയത്. പിന്നെ സോപ്പ് ഓയിൽ അങ്ങനെയൊക്കെയാണ് വാങ്ങിയത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി. നല്ല അറ്റ്മോസ്ഫിയർ ഭയങ്കര കൂളായിട്ടുണ്ടായിരുന്നു. വണ്ടിയിൽ പോകാൻ എന്തൊരു സുഖമാണെന്നറിയോ. ഈ രാത്രി യാത്ര ചെയ്യണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതും ബൈക്കിൽ. അപ്പോൾ വേറെ എന്താണ് എല്ലാവരുടെയും വിശേഷം? അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. സീ യു.